ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കേരളത്തിൽ ഒരു പന്ന പെണ്ണുമ്പിള റോസ്റ്റ് ചെയ്യുന്നത്. പന്ന പെണ്ണുമ്പിള എന്ന് വെച്ചാൽ അങ്ങേ അറ്റ, വായിന്ന് വരുന്നതെന്ന് വെച്ചാൽ അങ്ങേ അറ്റ. രാമകൃഷ്ണന്റെ നിറത്തെക്കുറിച്ചായിരുന്നു അധിക്ഷേപം. അവരുടെ ആ വാക്കുകളിലേക്ക്. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരെന്നാണ് വിചാരം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് എന്ത് തോന്നിയ വേണേലും വിളിച്ചു പറയാം. പക്ഷെ റിയാക്ട് ചെയ്യാൻ വേറെ ഒരുത്തരും കാണരുത്. കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി കാക്കയുടെ നിറമാണ് പോലും. നമുക്ക് വല്ല ഭ്രാന്ത് വല്ലതും ഉണ്ടോ? എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു അർത്ഥമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. ഇതുപോലൊരു അരോചകം ഇതുവരെ കേരളത്തിൽ ആരും കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇതിനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോയി പെറ്റ തള്ള സഹിക്കില്ല. ഇവരവൻ ഈ ഒരു പറച്ചിലും പിന്നെ പെറ്റ തള്ളത് നല്ല ബന്ധുക്കാരനല്ല, ഒരു നാട്ടുകാർ പോലും ഇവരെ സഹിക്കത്തില്ല. ഇയാളെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവരുടെ സംസാരം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലല്ലേ പുള്ളിക്കാരി അങ്ങ് ഇരിക്കുന്നത്. അല്ല, ഇയാൾ പറഞ്ഞൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞങ്ങളുടെയൊക്കെ പ്രായമൊക്കെ നിങ്ങൾ നോക്കണമെന്ന് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം 62ാമത്തെ വയസ്സ് ഇതുപോലത്തെ തോന്നിവാസം കാണിക്കുന്നത് നമുക്കറിയത്തില്ലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, യുവജനോത്സവത്തിന് ഞാൻ ചെല്ലുമ്പോൾ പല യൂണിവേഴ്സിറ്റി തലങ്ങളിലും അല്ലെങ്കിൽ ഗാന്ധിജി, കാലിക്കറ്റ്, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവർ നമുക്കൊരു പേപ്പർ തരുന്നു മാർക്കിടാൻ. ഈ മാർക്ക് അതിനകത്ത് ഫസ്റ്റ് കോളം കുട്ടിയുടെ സൗന്ദര്യം, അടുത്ത കോളം കുട്ടിയുടെ സ്റ്റെപ്സുകൾ, അടവുകളുടെ ശുദ്ധത, അടുത്ത കോളം കുട്ടിയുടെ അഭിനയം. അപ്പോൾ ഈ സൗന്ദര്യം പുള്ളിക്കാരി വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യിക്കും. പക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പ് പുള്ളിക്കാരി തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. സൗന്ദര്യം എന്തിനാ വെച്ചേക്കണം? നിൽക്ക് സൗന്ദര്യം എന്തിനാ വെച്ചേക്കണം? പെണ്ണുമ്പിള്ളിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ആരാടാ പറഞ്ഞത്? ഇച്ചിരി വെളുപ്പാങ്ങാണ്ടേ ഉള്ളു, അല്ലെ മുഖത്ത് എന്തോ ഭംഗിയുണ്ട്. ഇതിനൊക്കെ മൂക്കി 2 കിഴുത്തയുണ്ട്. എന്തോരാന്നാ വെച്ചേക്കുന്നത്? നിറത്തിന് ഇല്ല, നിറത്തിന് ആവശ്യമുണ്ടോ അത് അത്യാവശ്യമാണോ എന്നുള്ളത് അനാവശ്യമാണെന്നുള്ള അവിടെ നിൽക്കട്ടെ. എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കും. ഒരിക്കലും മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ല. മോഹിനിയാട്ടം എന്ന പേര് തന്നെ. അപ്പോൾ ഒരു മോഹിനി ആകുമ്പോൾ അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം. ഒരു പിന്നെ വേണം ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവരെന്താ സൗന്ദര്യ മത്സരത്തിന് പോകാത്ത? അതിന് അത്യാവശ്യം സൗന്ദര്യം നിറമൊക്കെ ഉണ്ട്. തീരെ കറുത്ത കുട്ടികൾക്ക് വല്ലൊരു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കറുത്തവർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോന്നോ? ഒരു മിനിറ്റ്, നിങ്ങളൊരു കാര്യം കാണിച്ചു തരാവേ. ഇതൊക്കെ പിന്നെ നെഞ്ചാത്ത പൂട പറിക്കാനിരിക്കുവാണോ? പിന്നെ നിങ്ങൾ എത്ര ചാനലുകാർ വന്നാലും ഞാൻ എൻ്റെ ഇതിനകത്ത് ഉറപ്പിച്ച് നിൽക്കുന്ന ആളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു വ്യൂവില് ഞാൻ ഇത് മോഹിനിയാട്ടത്തിനൊരു കുട്ടി പഠിക്കാൻ വന്നാൽ ആ കുട്ടി കറുത്തയാണേലും വെളുത്തയാണേലും പോലെ അവരുടെ കയ്യിൽ നിന്ന് കാശ് എണ്ണി മേടിക്കും. കാശ് ഫീസ് എണ്ണി മേടിക്കും. അവരുടെ കയ്യിൽ നിന്ന് ഫീസ് മേടിച്ചിട്ട് കറുത്ത പിള്ളേരെ പിന്നെ മത്സരത്തിന് ഇറക്കത്തില്ല. എന്തോ പരിപാടിയാ പെണ്ണുമ്പിള്ളേ കാണിക്കുന്നത്. ഇങ്ങനെ പോയി കഴിയുവാണെങ്കിൽ ഇവരും വല്ല അമ്പലത്തിൽ വല്ല ചരട് വല്ലതും ജപിക്കാൻ പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇന്നത്തെ കാര്യം എന്താ വെച്ചാൽ എനിക്കൊരു ചരട് ജപിച്ച് വേണമായിരുന്നു. അതിനെന്താ അതൊക്കെ ചെയ്യാല്? ഏത് ചരട് വേണം? ചുമന്ന വേണം, കറുത്ത വേണം? കറുത്ത കളറൊന്നും ഇവിടെ പറ്റത്തില്ല. ചുമന്ന കളറിന്റെ ചരട് മാത്രം എടുത്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കലാമണ്ഡലം സത്യഭാമയെ കുറിച്ച് എന്തൊക്കെ ഇവിടെ മഹാമാരി വന്നെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സ്ഥാനത്ത് 2024 നമ്മൾ എന്തായാലും കണ്ടു കാണത്തില്ല തുടക്കത്തിൽ. പക്ഷെ ഇനി എന്തൊക്കെ വരാൻ പോകുന്ന ആർക്കറിയാം. എന്താ ദൈവമേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കും. എല്ലാം ലൈക്ക് അടിച്ചേക്കുക, ഷെയറും സബ്സ്ക്രൈബും അമ്മാതിരി കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ഓക്കെ.